ഹായ് ഹലോ ചങ്ങായീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയാസ് ആർട്ട് മ്യൂസിയം. അപ്പോൾ കുറേ നാളായിട്ട് കുറേ കമൻറ്റുകൾ കാണുന്നു, പെർപ്പിള് ചെയ്യൂ എന്ത് ജേണൽ. അപ്പോൾ പർപ്പിളിന് മുമ്പൊക്കെ സിമ്പിളൊക്കെ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും പിന്നെയും പർപ്പിള് ചെയ്യാൻ പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നപ്പോൾ ഓരോന്ന് ഡയറൊക്കെ മറിച്ചൊക്കെ നോക്കിയിരുന്നപ്പോൾ നമ്മൾ മുന്നുണ്ടാക്കിയത് ആ മുമ്പ് ഉണ്ടാക്കിയ നമ്മുടെ ടു ഡു ലിസ്റ്റും ആ സംഭവവും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങേറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതിൽ 2 പർപ്പിളിൻ്റെ കട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിങ്ങേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്താണ്, ഒന്നുമില്ല, 2 എണ്ണം 2 മൂലക്കയിൽ ഒട്ടിച്ചിങ്ങേറ്റ് ടു ഡു ലിസ്റ്റിൽ ഒരു ദിവസത്തെ നമ്മുടെ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് മദ്രസയിലേക്ക് പോകണം, അതായത് ഞാനല്ല, മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കണം, സ്കൂള്, ട്യൂഷന്, പിന്നെ പ്രയർ, വൈകുന്നേരത്തുള്ള കാര്യങ്ങൾ, അങ്ങനെ പിന്നെ ബെഡ് ടൈം, അങ്ങനെ. പിന്നെ മെമ്മറീസ് എന്ന് പറയാൻ എന്താണ്, അന്നത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ല അന്നത്തെ ദിവസമായിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും നല്ലൊരു മെമ്മറീസ് നമുക്കതിൽ എഴുതാം. അതായത് നമ്മൾ പിക്നിക്ക് പോയത്, ബിരിയാണി ഉണ്ടാക്കിയത്, പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെ എക്സെട്ര. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് കയ്യിലുള്ളതിനും കൂടെ അത് അവിടെ അഞ്ചും മുറിഞ്ഞൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ച്. പിന്നെ വാഷി ടേപ്പ് നമുക്ക് പെർപ്പിളില്ലാത്തതിനെ കൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അന്നങ്ങനെ എഴുതി അവസാനം എന്തിട്ടാ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടുത്തം ഉണ്ടായിരുന്നില്ല. പെർപ്പിളിലാണോ എഴുതണത്? ഓക്കെ, പെർപ്പിളിലാണ്. അപ്പോൾ പെർപ്പിൾ സ്റ്റിക്കേഴ്സ് എല്ലായിടും അവിടെയൊക്കെ ഒട്ടിച്ച്. അപ്പോൾ പിന്നെ നിങ്ങൾ നോക്കിയേ, അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കി, അതിൽ നിന്ന് ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കുട്ടി കുറച്ച് പ്രസൻറ്റേഷനും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കലേ എന്താ ചെയ്യുക, കിട്ടിപ്പോയി. നമുക്ക് നമ്മളെ ഇപ്പോൾ ഉള്ളത്, അതായത് നമ്മളിപ്പോൾ പ്രസൻറ്റില്ലേ, പ്രസൻറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഷൈൻ ആക്കാം. അങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ആ കുട്ടിക്ക് അതാണ് കിട്ടിയത്. പിന്നെ അടിയിൽ പുകയും അതും ഇതും ഒക്കെ ഇട്ടിങ്ങേറ്റ് ഇങ്ങനെ പുകയൊക്കെ വരുമ്പോൾ എന്താണ്, അത് നമുക്ക് ഫ്യൂച്ചറേക്കുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചർ നമ്മൾ എന്താക്കണം, നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ഡ്രീം ചെയ്തിങ്ങേറ്റ് നമ്മുടെ ഡ്രീംസിനെ ക്യാച്ച് ചെയ്യാൻ പഠിക്കണം. ഡ്രീം ഹാർഡ് ആൻഡ് ക്യാച്ച് എ ഡ്രീം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അവസാനം മെമ്മറീസിൻ്റെ പേജിൽ 2 കുട്ടികൾ ഇങ്ങനെ തീച്ചൂട്ടത്ത് ഇങ്ങനെ ഇരിക്കുന്ന 2 മെഴുകുതിരി കത്തിച്ച് വെച്ച് ഡിന്നർ കഴിക്കാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ പൂച്ചയെ ഇങ്ങനെ സൗമ്യമായിട്ട് അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ മെമ്മറീസിനെ കുറിച്ച് ഇങ്ങോട്ട് ചർച്ച ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ ഇത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ ഇഷ്ടത്തിന് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഞാൻ എഴുതി കൂട്ടി വെച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അടിയിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലൊരു ചെറിയൊരു മോട്ടിവേഷൻ കോട്ടില്ലേ, ഇൻസ്പിറേഷണൽ വേർഡ്സ് ഇല്ലേ, അതൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ടാറ്റാ, സീ യു.